പത്തനംതിട്ട ചെന്നീർക്കരയിൽ ഭീതിയോടെയാണ് കുടുംബങ്ങൾ ജീവിക്കുന്നത്. തലയ്ക്ക് മുകളിലുള്ള ജലസംഭരണി ദുരിതം വിതയ്ക്കുമോ എന്ന ആശങ്കയാണ് അവരുടെ മനസ്സിൽ. 10-ലധികം കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. നിരവധി തവണ പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാകാതെ പ്രതിസന്ധി തുടരുകയാണ്. ഇനി പേടിച്ചിട്ട് എന്ത് കാര്യം എന്ന മറുപടി പറയുന്ന രണ്ടുപേരുണ്ട്. ഒന്ന് സോമൻ, മറ്റൊന്ന് കുട്ടി. രണ്ടുപേരും തലയ്ക്ക് മുകളിലെ അപകടം കണ്ടു ശീലിച്ച് ജീവിച്ചവരാണ്. എങ്കിലും മനസ്സിന്റെ കോണിൽ എവിടെയൊക്കെയോ ആശങ്കയുണ്ട്. പത്തനംതിട്ട ചെന്നീർക്കര തൃക്കുന്നുമുരുപ്പിലെ ജലബോംബിനെ പറ്റിയാണ് ഇവരുടെ ആശങ്ക. ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുൻപ് ജല അതോറിറ്റി നിർമ്മിച്ച ജലസംഭരണിയാണ് ഏതു നിമിഷവും നിലംപൊത്താവുന്ന നിലയിൽ തുടരുന്നത്. ഇപ്പോൾ വരുന്ന പോലെ വരിക, എല്ലാവരും എന്തുവാ എപ്പോഴാണ് പോകുന്നതെന്ന് നമുക്ക് പറയാനൊക്കെ. കാരണം ഇത് ചൂടെല്ലാം ഇങ്ങനെ നിൽക്കുന്നുണ്ടാ, അല്ലാതെ ഒന്നുമില്ല. അതിന് അടി പട്ടുപോന്ന് താഴെ പോയതാ. അതിനകത്തും എല്ലാം പൊളിഞ്ഞു കിടക്കും. മേഖലയിൽ കുടിവെള്ളം എത്തിക്കുന്ന വാട്ടർ ടാങ്കിന്റെ പില്ലറുകളിൽ പലതും ഇളകിയ നിലയിലാണ്. കമ്പികൾ തുരുമ്പെടുത്ത് ദ്രവിച്ചു. കൺമുന്നിലെ അപകടം കാണാൻ ആരുമില്ലെന്ന പരാതിയാണ് കുട്ടിക്ക്. പേടിയുണ്ട്. ഇതെങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ ഒന്നും അറിയാൻ പറ്റത്തില്ല. നിന്ന നിലയിൽ വീഴുവാണെങ്കിൽ എവിടൊക്കെയാണ് വീഴുന്നതെന്ന് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നും അറിയുന്നില്ല. ചെന്നീർക്കര, മെഴുവേലി എന്നീ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്താൻ വാട്ടർ ടാങ്ക് അനിവാര്യമാണ്. എന്നാൽ അതിനു പകരമായി ജീവൻ നൽകണമോ എന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അപകടത്തിന് ചുവട്ടിൽ പ്രതീക്ഷയേറ്റ് ജീവിക്കുന്ന കുറച്ച് കുടുംബങ്ങളാണ്. നാടിൻ്റെ ഏത് മുക്കിലും മൂലയിലുമാണെങ്കിലും അവിടെ ആശ്വാസം എത്തേണ്ടത്, അവർക്ക് തുണയാകേണ്ട സംവിധാനങ്ങളാണ്. ഇനിയും വൈകിക്കൂടാ. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.